ഇത് കഴിഞ്ഞ വർഷം ഉപ്പിലിട്ട് വെച്ച മാങ്ങയാണ് കേട്ടോ. ഇതെനക്ക് അമ്മമ്മ തന്നെയാണേ. എൻ്റെ വീട്ടിൽ മാങ്ങ ഉപ്പിലിടുന്നതും മാങ്ങ ചെത്തി ഉണക്കുന്നതും കൂടുതൽ അമ്മമ്മയാണ് കേട്ടോ. ഇത് ഇത്രയും ഫ്രഷ്നെസ് ആവാൻ കാരണം ഞാനിത് കുറച്ച് മാസങ്ങളായിട്ട് ഫ്രിഡ്ജിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കല്ല് പോലെ ഉണ്ട്, അധികം ചെയ്യാണ്ട് ഇപ്രാവശ്യം ഉപ്പിലിട്ട പോലെ ഉണ്ട് കേട്ടോ. മാങ്ങയൊക്കെ ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ട് മാങ്ങേൻ്റെ ആ ഒരു സീസൺ കഴിയുമ്പോൾ അമ്മമ്മ ഒരു അച്ചാർ ഉണ്ടാക്കാനുണ്ട്. ഒരു സിമ്പിൾ അച്ചാർ, വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു അച്ചാർ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്രാവശ്യം അതൊന്ന് ട്രൈ ചെയ്യാമെന്ന്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അമ്മമ്മ ഉണ്ടാക്കുമ്പോൾ മാങ്ങ കുറച്ച് വലിങ്ങനെ കേട്ടോ കട്ട് ചെയ്യൽ. ഞാനിത് സാധാ അച്ചാർ ഉണ്ടാക്കുന്ന പോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് കടുക് പൊട്ടിക്കുന്നുണ്ട്, കരിവേപ്പില ഇട്ട് കൊടുത്ത് ഈ മാങ്ങയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് മുളക് പൊടി 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കടുകും ഉലുവയും കുറച്ചൊന്ന് ചൂടാക്കിയിട്ട് അത് പൊടിച്ചത് 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കായപ്പൊടി മസ്റ്റാണ് കേട്ടോ, എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. എല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ആ ഒരു പച്ചമണം, പൊടികളുടെ പച്ചമണം ഉണ്ടാവില്ലേ, അതൊക്കെ മാറുന്നവരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് വേണ്ട, കാരണം ഇത് ഉപ്പിലിട്ട മാങ്ങേന് നല്ല ഉപ്പുണ്ട്, അപ്പോൾ ഉപ്പിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ഇട്ട് കൊടുക്കുന്നത് വിനിഗറാണ്. ആവശ്യത്തിന് കുറച്ച്, ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് വിനിഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ഒന്ന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി മിക്സ് ചെയ്താൽ നമ്മൾ അച്ചാർ ഇവിടെ റെഡി. അപ്പോൾ അമ്മമ്മ തന്ന മാങ്ങേനെ കൊണ്ട് ഞാൻ നല്ലൊരു അടിപൊളി അച്ചാറാക്കിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ.